തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് ഈ വാർഡ് വിഭജനം പഞ്ചായത്ത് തലത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിലൊക്കെ നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇടതുമുന്നണി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, പ്രത്യേകിച്ച് CPM അങ്ങനെയാണ് വാർഡ് വിഭജിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുക? അതിനുമുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പനമ്പള്ളി നഗറിലാണ് താമസിക്കുന്നത്. എൻ്റെ മണ്ഡലം ഏതായിരിക്കും? അസംബ്ലിയിൽ സ്വാഭാവികം സൗത്തൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്തല്ലേ വരേണ്ടത്? അതെ. അപ്പോൾ എറണാകുളം അസംബ്ലി മണ്ഡലത്തിലല്ലേ വരിക അല്ലേ? പക്ഷെ ഞങ്ങൾ തൃക്കാക്കരയില, നഗരത്തിൽ നിന്ന് മാറിയോ? തൃക്കാക്കര മണ്ഡലത്തിലാണ് അസംബ്ലിയിൽ. ഒരു ദിവസം 2 ഇലക്ഷൻ മുമ്പ് ഞാനിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ബെന്നി ബെഹനാൻ ചേട്ടൻ, അദ്ദേഹം തൃക്കാക്കരയിലെ കാൻഡിഡേറ്റ് ആണെന്ന് എനിക്കറിയാം, കൈയൊക്കെ കാണിച്ച് ഇതിൽ കൂടെ പോണു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ചോദിച്ചു, ചേട്ടാ വഴി മാറിപ്പോയോ? ചേട്ടൻ എന്താ ഇതുവഴി വന്നേക്കുന്നത്? അപ്പം അതുവരെ ഞാൻ 30 കൊല്ലമായി പനമ്പള്ളി നഗറിൽ താമസിക്കുന്നു. അപ്പോൾ പനമ്പള്ളി നഗർ എറണാകുളം, സെൻറ്റർ ഓഫ് എറണാകുളം, പനമ്പള്ളി നഗറും വരുമല്ലോ, കടവന്ത്രയൊക്കെ വരുമല്ലോ. ചേട്ടൻ വഴി തെറ്റിയെങ്ങാനും വന്നതാണോ? ആരെങ്കിലും കാണാൻ വന്നതാണോ? ഇല്ല, പത്മജ ഇതിപ്പോൾ തൃക്കാക്കര മണ്ഡലമാണ്. എന്ത്? ഞങ്ങൾ തൃക്കാക്കര മണ്ഡലോ? നീ അതുപോലും അറിഞ്ഞില്ലേ? തൃക്കാക്കര മണ്ഡലമാണ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പോലെ ഓരോ ഇത് നോക്കിയിട്ട് എത്ര മുസ്ലിംസ്, എത്ര ക്രിസ്ത്യൻസ്, എത്ര ഹിന്ദുസിൽ തന്നെ സബ് കാസ്റ്റ്, അതൊക്കെ നോക്കിയിട്ടാണ് മണ്ഡലം വിഭജിക്കുന്നത്. ഇത് എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഓരോ വാർഡ് വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ കാര്യം മാത്രം നമുക്കെടുത്ത് സംസാരിക്കാം. അവിടെ 74 ഡിവിഷനുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. 11 സെൻസസ് പ്രകാരം 6,33,000 പേരോളം ഉണ്ട്. ഏറ്റവും വലിയ കോർപ്പറേഷനാണ് കൊച്ചി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മളൊരു റഫ് കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ അന്യദേശ തൊഴിലാളികളും എല്ലാവരും കൂടെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഒരു 9 ലക്ഷത്തിനടുത്ത് നമ്മൾ വരേണ്ടതാണ്. എൻ്റെ ഒരു റഫായിട്ടുള്ള ഞാൻ നടക്കുന്ന ഒരാളെന്നുള്ള സ്ഥിതിക്ക്. അപ്പോൾ ഇവർ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം എത്രയോ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, അതിനുശേഷം 2 പ്രാവശ്യം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നു. അപ്പോൾ അവർക്ക് തിരിച്ച് ഈ ഭരണം നിലനിർത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ വോട്ട് കിട്ടാമോ അതുപോലെയാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ 1 വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ, 1 കൗൺസിലറുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. 5 എണ്ണം BJPക്കും. അങ്ങനെയായിരുന്നു അത് നിന്നിരുന്നത് 74 അംഗ കൗൺസിലർമാരിൽ. അങ്ങനെ അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു. അനിൽജി, നമ്മുടെ മേയർ, ഇത് എപ്പോൾ വേണമെങ്കിലും ഭരണം താഴെ വീഴാം, 1 വോട്ടിൻ്റെ ആരെ വേണമെങ്കിലും ചൂണ്ടാലോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. അപ്പോൾ ഈ ചൂണ്ട് നമ്മൾ കുറേ കണ്ടു കേട്ടോ കൗൺസിലിൻ്റെ ഉള്ള, അതല്ലല്ലോ നമ്മളുടെ സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഭരണം നിലനിർത്താൻ വേണ്ടി ഏത് ഇതിലേക്കും അവർ പോകും, ഏത് നിലയിലേക്കും അവർ പോകും എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട ആളാണ്. അത് വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ BJP കൗൺസിലർമാർ 5 പേരുണ്ട്. ഞങ്ങൾ സ്ട്രോങ് ആണ്. ഞങ്ങളുടെ ഒരു ഡിസിഷൻ മതി മേയർ താഴെ വീഴാനും വീഴാതിരിക്കാനും, ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാതിരിക്കാനും. കഴിഞ്ഞ തവണ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഞങ്ങളെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കണ്ടീഷൻ. കാരണം കേരളത്തിന് പുറത്തിറങ്ങിയാൽ ഇന്ത്യ സഖ്യമല്ലേ, ഇവിടെ മാത്രമല്ലേ അങ്ങനെ ഇല്ലാത്തതുള്ളൂ, കാണിക്കുന്നുള്ളൂ. കാണുമ്പോൾ ചിരി വരുമല്ലേ സിനിജി, എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. പുറത്തിറങ്ങിയാൽ തോളത്തെ കൈയിട്ട് ഇവിടുന്ന് ബോംബെയിൽ പോയിട്ട് നമ്മളുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമുക്ക് രമേശ് ചെന്നിത്തലയാണ് മുഖ്യ പ്രചാരകൻ. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തായാലും നമ്മുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 76 ഡിവിഷനായിട്ട് കൂട്ടിയപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വൈപ്പിൻ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ കോർപ്പറേഷനാണോ? വൈപ്പിൻ നമ്മുടെ ഒരു കായലാണ് അതിർത്തി. അതെ, അവിടുന്ന് 3 ബൂത്ത് കൊച്ചിൻ നഗരസഭയിലുണ്ട്. എന്താണിത്? അതായത് നമ്മൾ റോറോയിൽ കയറി പോകണം, ഒന്നുമില്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, അല്ലെങ്കിൽ എറണാകുളം ഹൈക്കോടതിയിൽ നിന്നോ ബോർജട്ടിയിൽ നിന്നോ വൈപ്പിനിലേക്ക് പോകണം. അവിടെ നിന്നുള്ള 3 ബൂത്ത് എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുക.
ഇത് എങ്ങനെയാണ് നമ്മളുടെ തന്നെ ബൂത്തുകളുടെ അതിർത്തിയായിട്ട് അല്ലെങ്കിൽ ഡിവിഷൻ്റെ അതിർത്തിയായിട്ട് റോഡുകളും തോടുകളും ഒക്കെയാണ് നമുക്ക് അതിർത്തിയായിട്ട് തന്നെ ഒരു കായൽ കടന്ന് 3 ബൂത്തിനെ എടുക്കുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അപ്പം തന്നെ നമുക്കൊരു ചിന്ത വരില്ലേ? അതുപോലെ ഇനി അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഇവർ വളരെ വ്യക്തമായിട്ട് ഹിന്ദുക്കൾക്ക് കൂടുതൽ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക്, പക്ഷേ ഇതൊരു രാഷ്ട്രീയമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കാണുന്നവർ അങ്ങനെ തന്നെ എടുക്കണം. മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ, അതായത് BJPക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് CPMകാർ വിശ്വസിക്കുന്ന ആളുകളെ അതിലേക്ക് ആ ഡിവിഷനിലേക്ക് ചേർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഡിവിഷൻ്റെ ഹിന്ദു മെജോറിറ്റി ഉള്ളൊരു ഭാഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഡിവിഷൻ 62 എറണാകുളം സൗത്ത്. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? സൗത്ത് ഭാഗത്തിൽ വരുന്ന ഭാഗങ്ങൾ ആ ഡിവിഷനിൽ ഉണ്ടാവുന്നു. ഇപ്പോഴത്തെ ഡിമാർക്കേഷൻ വെച്ചൊക്കെ സൗത്ത് ഇല്ല, പേര് സൗത്ത് എന്ന് തന്നെ. ഡിവിഷൻ അവിടുന്ന് സൗത്ത് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ തുടങ്ങുന്നത്. സൗത്ത് ഭാഗം കൊണ്ട് വെച്ചിരിക്കുന്നത് രവിപുരത്താണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കൃത്യമായി അവർക്ക് താല്പര്യമുള്ള കുറേ വോട്ടേഴ്സിനെ ഉൾപ്പെടുത്തുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഗേൾസ് ഹൈസ്കൂൾ എല്ലാ ഫംഗ്ഷനുകളും അവിടെ നടക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം കൗൺസിലറിനെ ക്ഷണിക്കണം. അപ്പോൾ അത് ഒഴിവാക്കണം. അത് അപ്പോൾ കൗൺസിലറിനെ ക്ഷണിക്കണ്ട. അങ്ങനത്തെ കൊച്ചു കാര്യങ്ങളും ഒരു കുനിഷ്ഠ ബുദ്ധിക്കാർക്ക് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഡിമാർക്കേഷൻ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ഇന്ന് രാവിലെ ഞാൻ കോമൺ സർവീസ് സെൻ്റർ ഉള്ള ഒരു അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെയുള്ള മെജോറിറ്റി ഓഫ് ദ അന്യദേശ തൊഴിലാളികളെ നമ്മളുടെ ആധാർ കാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ വോട്ടർ ആക്കി അതിന് തുല്യ പങ്കാളിത്തം കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട്. അവർ കൗൺസിലർമാരുടെ പേര് സഹിതം പറഞ്ഞു ആരൊക്കെയാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. അവരുടെ ഇതിലേക്ക് ഡിവിഷനിലേക്ക് ഇവരെ കൂട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെയും ആധാർ കാർഡ് ഉണ്ട് അവിടെ. കാരണം 1 and same സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കൗൺസിലറാണ്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒരു വാഹനം ഇവിടെ മേടിക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ അന്യദേശ തൊഴിലാളികൾക്കും ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കെങ്കിലും മിക്കവരുടെയും കയ്യിലുണ്ട്. പ്രത്യേകിച്ചും ഇവിടെയൊക്കെ നമ്മുടെ ഷിപ്പ്യാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നത് അന്യദേശ തൊഴിലാളികളാണ് വർക്ക് ചെയ്യുന്നത്. ഷിപ്പ്യാർഡ് പോട്ടെ, BPCL ഇപ്പോൾ BPCLൻ്റെ ഒരു പൈപ്പ് ലൈൻ വർക്ക് എൻ്റെ ഡിവിഷനിൽ കൂടെ നടക്കുന്നുണ്ട്. അത് മുഴുവനും അന്യദേശ തൊഴിലാളികളാണ് നടത്തുന്നത്. അവർക്കൊക്കെ ഇവിടെ കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. ഒരു കേസ് നടക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ ഇങ്ങനെ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഡിവിഷനിൽ ചേർത്തു. ഡിവിഷൻ 61 രവിപുരം അതിൽ ചേർത്തു. അങ്ങനെ അവിടെ 10-25 വോട്ട് 10-30 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അത് പരമ്പരാഗത കോൺഗ്രസ് ഡിവിഷനാണ്. അവിടെ നിന്നാണ് മേയർ സൗമിനിയൊക്കെ ജയിച്ചിട്ടുള്ളത് അത് ആദ്യമായിട്ട് LDF ജയിച്ചു. അത് ഈ ഇങ്ങനെയുള്ളൊരു വോട്ടിലാണെന്നും പറഞ്ഞ് കേസ് നടക്കുക 4.25 കൊല്ലം കഴിഞ്ഞു. 4.25 കൊല്ലം ഒന്നും ആയിട്ടില്ല. ഇനി വെറും 8 മാസത്തിന് വേണ്ടി എന്ത് സംഭവിച്ചാൽ എന്താ? ഇങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കേസ്, പ്രത്യേകിച്ചും നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ എവിടെയാണ് നീതി കിട്ടുക? ഇപ്പോൾ സാധാരണ രീതി പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ അറിയിക്കാതെ പഞ്ചായത്തുകളിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെയോ കോർപ്പറേഷൻ സെക്രട്ടറിയുടെയോ ഒക്കെ നേതൃത്വത്തിൽ വേണം ഈ പറയുന്ന വാർഡ് വിഭജനമൊക്കെ നടക്കാൻ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് താല്പര്യമുള്ള സ്ഥലങ്ങളൊക്കെ അവർ കൂട്ടിച്ചേർക്കുന്നു, CPMന് താല്പര്യമുള്ള സ്ഥലങ്ങളൊക്കെ അവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ BJP മാത്രമാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നത്. അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെപ്പോഴും പറയും, എല്ലാ ചർച്ചയിലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അരിയാഹാരം കഴിക്കുന്ന കേരളീയൻ. അരിയാഹാരമല്ലേ കഴിക്കുന്നത്? അതെ. എന്നിട്ട് ഇങ്ങനെ ഇവർ പറയുന്നത് വിശ്വസിക്കുമോ? അല്ല, അവർ മാധ്യമങ്ങളിലൂടെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. അപ്പം അല്ല, ഞാൻ അങ്ങനെ കാര്യം പറയട്ടെ. അങ്ങനെ നമ്മൾ BLOമാർ അവരൊക്കെ ഇതിൽ ഇടപെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അപ്പീൽ കൊടുക്കേണ്ട സമയമാണ്. എന്തിന് അപ്പീൽ? കോൺഗ്രസ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, BJPയുടെ എല്ലാ പാർട്ടിയുടെയും ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് അവരൊരു ചർച്ച ചെയ്യുക, എന്നിട്ട് ഡിവിഷൻ വിഭജിക്കുക. ഇപ്പോൾ എൻ്റെ ഡിവിഷന് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം സ്ക്വയർ ആയിട്ടുള്ള ഡിവിഷനായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഒരു വെള്ളം ഒഴുകുന്ന പോലെ പല ഡിവിഷനുകളും അങ്ങനെയാണ്. എന്തുകൊണ്ടൊരു ഡിവിഷനെ സ്ക്വയറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഇലക്ഷന് മുമ്പത്തെ ഇലക്ഷൻ്റെ സമയത്ത് ഏതൊരു സമയത്ത് ബൂത്തുകൾ വിഭജിക്കുന്ന സമയം വന്നു. അപ്പോൾ CPMൻ്റെ ആൾക്കാർ ഇങ്ങനെ പോകണം, പനമ്പള്ളി നഗറിൽ നിന്ന് റെയിൽവേ കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ഞാൻ ചേട്ടാ എന്തിനാണ് ചേട്ടാ സ്ക്വയർ ആക്കൂ? അപ്പോൾ പറയല്ല, ഞങ്ങൾക്കത് മോശമാകും.
ഞാൻ അവസാനം നിങ്ങളല്ലേ അസംബ്ലിയിൽ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരാണെങ്കിലും അസംബ്ലിയിലേ നോക്കുന്നത്. അല്ല, ഞങ്ങളുടെ ബൂത്തിൽ ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമാവും, അതുകൊണ്ട് ബൂത്ത് ഇങ്ങനെ പോയിക്കോട്ടെ, അവരുടെ താല്പര്യം അല്ലേ. അപ്പം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മോശം പേരാവും. അപ്പോൾ പലരുടെയും താല്പര്യപ്രകാരമാണ് ഇവൻ ബൂത്ത് പോലും വിഭജിക്കുന്നത്. ഇത് സ്ട്രിക്റ്റായിട്ട് ഹൈക്കോടതി ഇതിൽ ഇടപെട്ട് പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിൽ സ്ക്വയറായിട്ട് തന്നെ, ഒന്നും നോക്കണ്ട, ആര് വേണമെങ്കിലും ജയിക്കട്ടെ, ജനപ്രതിനിധിയാണല്ലോ, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ, പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണത്തിൽ ഒരു പരിധിവരെ ജനങ്ങൾ ആരാണ് കാൻഡിഡേറ്റ് എന്നും ശ്രദ്ധിക്കും. അപ്പോൾ സ്ക്വയറായിട്ട് അല്ലെങ്കിൽ ഒരു തദ്ദേശ ഒരു എന്താണ് പ്രതിനിധിക്ക് എത്ര ദൂരം സഞ്ചരിക്കണം. പി ദിവ്യ പറഞ്ഞ പോലെ 250 കിലോമീറ്റർ ദിവസം സഞ്ചരിച്ച ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രതിനിധി ഒരു ദിവസം 25 കിലോമീറ്ററൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഡിവിഷനിൽ ഇങ്ങനെ പോവുകയാണ്. നല്ല കട്ടക്കിരുന്നിരുന്നതാണ് റെയിൽ, ഒരു സൈഡിൽ കായലായിട്ടിരുന്ന ഡിവിഷൻ. അതിനെ ഇപ്പോൾ വളച്ച് എങ്ങോട്ടേക്കൊക്കെയോ കൊണ്ടുപോയിരിക്കുന്നു. ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അധീനതയുള്ള സ്ഥലം വരുന്നുണ്ട്, കുറേ ഹിന്ദു വോട്ടുകൾ മാറ്റിയിട്ട് മറ്റവരുടെ ഇത് വരുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. കാരണം ഞാൻ എലക്ട് ചെയ്ത് അന്ന് എൻ്റെ കാറിൽ, ഞാൻ അന്ന് അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു, BJPയുടെ ഫ്ലാഗ് വെച്ച് പോയിരുന്നതാണ്. അത് മാറ്റിയിട്ടാണ് ഞാൻ പോയിട്ട് ജയിച്ചു എന്നുള്ള പത്രിക ഭരണാധികാരിയിൽ നിന്ന് മേടിച്ചു. അതിന് ശേഷം ഞാൻ പാർട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, മതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ അവരുടെ എല്ലാവരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണെന്നുള്ള ഇതിൽ മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇവരിവിടെ കാണിക്കുന്നത് ജാതി നോക്കി, മതം നോക്കി, അല്ലെങ്കിൽ പാർട്ടി നോക്കി അവരുടെ ഡിമാർക്കേഷൻ നടത്തുക. അതോടൊപ്പം തന്നെ അനധികൃതമായ ധാരാളം വോട്ടുകൾ ചേർക്കുക. ഇത് രണ്ടും തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. പ്രത്യേകിച്ചും പുതുതായി ചേർക്കപ്പെട്ട 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് 2 വോട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കണം. കാരണം ഇവിടുത്തെ വോട്ട് കഴിഞ്ഞ് ട്രെയിനിൽ കയറി 1-2 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് അവിടെയും പോയി ചെയ്യാം, ഇവിടെയും പോയി ചെയ്യാം. ഇവിടെ വോട്ട് ചെയ്യുന്നതിന് അവർക്ക് പൈസയും കിട്ടും, അവിടെ ചെയ്യുന്നതിനും പൈസ കിട്ടും. ഈ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി നമ്മളുടെ എല്ലാവരുടെയും കൺസേൺസ് അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സജഷൻ കിട്ടിയിട്ട് വേണം ഈ ഡിമാർക്കേഷൻ നടത്താൻ. ഡിമാർക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഒരു പരാതിയും അഡ്രസ്സ് ചെയ്തതായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവർക്ക് താല്പര്യമുള്ള മേഖലയിൽ വാർഡുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിഭജിക്കപ്പെട്ടു, ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവരും കൊണ്ടുവരുന്നു അല്ലേ. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു നേരായ രീതിയിലല്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു ബൂത്ത് വിഭജിക്കുന്നതിന് CPMൻ്റെ ചേട്ടൻ പറയാണ് എൻ്റെ ഇത് പോകും. ഞാൻ ചേട്ടൻ ഈ ബൂത്ത് അപ്പുറത്തേക്ക് പോയാലും അസംബ്ലിയിലൊക്കെ വരുമ്പോൾ ഒരുമിച്ചെന്നല്ലേ വരുന്നത്, അല്ലല്ല ബൂത്ത് ജയിക്കണം. അപ്പൊ അതിനാണ് ഇങ്ങനെ വളച്ച് ബൂത്തുന്നൊരു സ്ക്വയർ കട്ട് എടുത്താൽ പോരെ. അതെ. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കള്ളത്തരങ്ങൾ, കൊള്ളരുതായ്മകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അപ്പീലൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ അപ്പീലൊന്നും നടപടിയില്ല ഇല്ലല്ലേ, ഇതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പീൽ എന്തെങ്കിലും ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.